കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം ട്രസ്റ്റ് വക പറപ്പൂർ ശ്രീ കുറുമ്പക്കാവിൽ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 27 കുംഭം 15 വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രത്തിലെ പരമ്പരാഗത അവകാശികളുടെയും ക്ഷേത്രസമിതി ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ആചാരവിധികളോടെ ഉത്സവത്തിന്റെ നിശ്ചയം കുറിക്കൽ ചടങ്ങ് നടന്നു. ആവേനും ചോപ്പനും നിശ്ചയം കുറിക്കൽ ചടങ്ങിന് ശേഷം ആർപ്പുവിളികളും ചെണ്ടവാദ്യവുമായി ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട നരിയഞ്ചേരി തറവാട്ടിലെത്തും. അവിടത്തെ ചടങ്ങുകൾക്ക് ശേഷം ദേവീ ചൈതന്യവുമായി ആവേനും ചോപ്പനും ഇനിയുള്ള ദിവസങ്ങളിൽ ദേശത്തെ ഹൈന്ദവ വീടുകളിലെത്തി അരിയെറിഞ്ഞു ദേവിയുടെ ആശീർവാദമറിയിച്ച് ഉത്സവത്തിന് ക്ഷണിക്കും. കിഴക്കേ കോവിലകത്തിന്റെ ആസ്ഥാനമായ കോട്ടയ്ക്കലിലും ഇവരെത്തും. നിലവിളക്കും പറയും വെച്ച് വീട്ടുകാർ ഇവരെ സ്വീകരിക്കും. ശേഷം ദേശത്തെ പൂതനും കാളയും വെവ്വേറെ സംഘങ്ങളായി മുഴുവൻ വീടുകളിലും കയറിയിറങ്ങും. ഇന്ന് നടന്ന നിശ്ചയം കുറിക്കൽ ചടങ്ങോടെയാണ് താലപ്പൊലി മഹോത്സവത്തിന് ആചാരപരമായ തുടക്കം കുറിക്കുന്നത്. ഫെബ്രുവരി 27 വെള്ളിയാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. ഉത്സവത്തിന്റെ തലേദിവസം വലിയ പന്തലിനുള്ള കാൽ നടും. ഉത്സവത്തിന് പുറത്തേക്കെഴുന്നള്ളുന്ന ഭഗവതിയെ കുടിയിരുത്തുന്നത് ഈ പന്തലിൽ നിർമ്മിക്കുന്ന താൽക്കാലിക അമ്പലത്തിലാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 നട തുറന്ന ശേഷം കാവുണർത്തൽ, ഉഷപ്പൂജ, കൗങ്ങെഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, പ്രസാദഊട്ട് തുടങ്ങിയ വിവിധ ചടങ്ങുകളോടെ ആരംഭിക്കുന്ന ഉത്സവം വൈകുന്നേരം 4 മണിയോടെ ദേശത്തെ അവകാശക്കാള എത്തുന്നതോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് കാളവരവുകൾ എത്തിത്തുടങ്ങും. അർദ്ധരാത്രി വരെ ഇത് തുടരും. ക്ഷേത്ര ചടങ്ങുകൾ സന്ധ്യയോടെ തുടങ്ങും. എളമരം നടൽ, കളമെഴുത്ത്, സന്ധ്യവേല, തായമ്പക, അത്താഴപൂജ, വിളക്കിന്റെ വെളിച്ചപ്പാട്, ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കളംപൂജ, തായമ്പക, പരദേവതയുടെ വെളിച്ചപ്പാട്, ഭൂതം കാളി, താലപ്പൊലി എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന വടക്കൻ വാതുക്കൽ കർമ്മം, അരിയേറ്, നായാട്ടുപുറാട്ട്, ദണ്ഡനാടി കർമ്മങ്ങൾ, പുഴയിൽ ദണ്ടൊഴുക്കൽ, അരിയളവ് എന്നീ ചടങ്ങുകൾക്കു ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ദേവിയെ മേളത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് നടയടയ്ക്കുന്നതോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും. ഉത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ, സെക്രട്ടറി രവിനാഥ്, മീഡിയ കോർഡിനേറ്റർ സുധാകരൻ കോട്ടയ്ക്കൽ, ഭാരവാഹികളായ CP രാധാകൃഷ്ണൻ, P ആറുമുഖൻ, A കൃഷ്ണകുമാർ, M സുബ്രഹ്മണ്യൻ, പ്രഭാശങ്കർ, രാജൻ, P ബാലൻ എന്നിവർ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായ നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.